അപ്പോൾ ഗൈസ് ഇന്ന് ഒറ്റ മൈൻഡിൽ പിള്ളേരെയും കൂട്ടി അമ്പലത്തേക്ക് പോകാൻ വിചാരിച്ചു കേട്ടോ. വേറൊരു ഉദ്ദേശം കൂടി ഉണ്ട് ഗൈസ്, അത് നമുക്ക് ലാസ്റ്റ് പറയാം കേട്ടോ. അങ്ങനെ ഒരു വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ സമയത്ത് പോയ നല്ല വ്യൂ ആണ് കേട്ടോ, അടിപൊളിയാണ് അവിടെ ഇരിക്കാനായിട്ട്. ഒരു കുഞ്ഞ് അമ്പലവും ചുറ്റും പാറകളും അതുപോലെ തന്നെ ആൽമരമൊക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി അമ്പലമാണ്. ഞാനും എൻ്റെ മക്കളും കൂടി ആദ്യം പോയി വിളക്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല പേക്കാറ്റ് വീശുണ്ടായിരുന്നു, അതിൻ്റെ ഇടയിൽ കൂടെ തിരി വെക്കുക എന്നുള്ളത് വലിയ ടാസ്ക് തന്നെയായിരുന്നു കേട്ടോ. ഇതിൽ മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ കൂടെ വിളക്ക് വെക്കാൻ കൂടിയ ആളാണ് കേട്ടോ. അവൻ്റെ പേരെന്താണെന്നറിയോ? അമൽ യാസിൻ. എന്താലേ അങ്ങനെ ആദ്യത്തെ തിരിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് പറ്റുന്ന പോലെ ഞാൻ അവിടെ തിരി തെളിയിച്ചിട്ടുണ്ടായിരുന്നു. കൂടെ വന്ന എല്ലാവർക്കും വിളക്ക് എത്തിക്കാൻ നല്ല ഉഷാറായിരുന്നു. കുറെ എണ്ണം പാടത്ത് കൂടെ ഓടി കളിക്കണ്ടായിരുന്നു കേട്ടോ. പറഞ്ഞാൽ കേൾക്കാത്ത സാധനങ്ങളായിരുന്നു. പോയ സമയം ഞങ്ങൾ മാത്രം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ, അതുകൊണ്ട് തന്നെ നല്ല രസമായിരുന്നു. തിരിയൊക്കെ കൊളുത്തതിന് ശേഷം ഞങ്ങൾ ഒരു കാര്യത്തിന് വേണ്ടി കട്ട വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ. പക്ഷെ അവര് വരുന്നേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ പറ്റുന്നവിടെയൊക്കെ ഞങ്ങൾ തിരി കൊളുത്തിയിട്ട് നേരെ പാറയിൽ പോയി ഇരിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് ട്യൂഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വേഗം വന്നതാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു സൺസെറ്റ് കാണാൻ പറ്റി. നല്ലൊരു പാടവും തോടും വയലും സൂര്യനൊക്കെ ആയിട്ട് ഒരു അടിപൊളി സ്ഥലമാണ് കേട്ടോ എൻ്റെ നാട് എന്ന് പറയുന്നത്. അങ്ങനെ പറഞ്ഞ് 6:30 ആവാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമുക്ക് വേറെ വഴിയില്ലാണ്ട് നമ്മൾ നോമ്പ് തുറക്കുന്ന സാധനങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ സമയമായപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി അവിടെ നോമ്പ് തുറന്നിട്ടുണ്ടായിരുന്നു. ഇവർക്കൊന്നും നോമ്പില്ല കേട്ടോ, എൻ്റെ ഒന്ന് കൈയിട്ട് വരാൻ വേണ്ടി വന്നിരിക്കുകയാണ്. കയ്യിൽ വെള്ളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പൊ അത് കുടിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഗൈസ്, ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഒരു കാര്യത്തിൽ വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്ന്. അത് വരാൻ സമയമായിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ നാട്ടിൽ ചെമ്മരിയാടും കൂട്ടം ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിനെ കാണാനുള്ള ഒരു എക്സൈറ്റ്മെന്റിലാട്ടോ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. ആ കാഴ്ചകളൊക്കെ കഴിഞ്ഞ് വീടെത്തി ഞങ്ങൾ ഒരു ബജ്ജി കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്നത്രയേ ഉള്ളൂ, ബാക്കി നാളെ.